അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് ഇപ്പോൾ മോഹൻ ജോർജിനെ കാണാം. NDA സ്ഥാനാർത്ഥിയും അവിടേക്ക് എത്തുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി കുടുംബസമേതമാണ് എത്തുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അപ്രതീക്ഷിതമായി വന്നൊരു സ്ഥാനാർത്ഥിയാണ് NDAയുടേത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്തും BJP അംഗമായിരുന്നില്ല മോഹൻ ജോർജ് എന്നുള്ളതാണ് അതിലെ രാഷ്ട്രീയ കൗതുകം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പ്രവർത്തകരായിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വിവരം പിന്നീട് കേരള കോൺഗ്രസിലെ നേതാക്കൾ നിഷേധിക്കുന്നുണ്ട്, UDF നിഷേധിക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസുമായി സഹകരിച്ചു പ്രവർത്തിച്ച അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇപ്പോൾ ബൂത്തിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ഇപ്പോൾ മോഹൻ ജോർജ് കുടുംബസമേതമാണോ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്? NDAയിലെ മറ്റു പ്രവർത്തകരൊക്കെ മോഹൻ ജോർജിനോടൊപ്പമുണ്ടോ? ഡോക്ടർ അരുൺകുമാർ ഭാര്യയോടും മകളോടുമൊപ്പമാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇപ്പോൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 148-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് ബൂത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. മറ്റ് ബൂത്തുകൾ, വഴിക്കടവിലെ ബൂത്തുകളൊക്കെ സന്ദർശിച്ചതിനു ശേഷമാണ് ഇപ്പോൾ മോഹൻ ജോർജ് ഈ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടത്തേക്ക് എത്തിയത്. അദ്ദേഹത്തിനോടൊപ്പം കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഈ പോളിംഗ് ബൂത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കേ, മോഹൻ ജോർജ് NDA സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇതോടുകൂടി 3 സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി കഴിയും. സ്വരാജാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് കുടുംബസമേതം ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നത്. ഇപ്പോൾ വോട്ട് ചെയ്യാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എത്തി. PV അൻവറിന് വോട്ട് നിലമ്പൂർ മണ്ഡലത്തിലില്ല, അതുകൊണ്ട് PV അൻവറിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ബാക്കി സ്വതന്ത്രന്മാരാണ് ഉള്ളത്. നിലവിൽ പ്രേക്ഷകർ കാണുന്നത് മോഹൻ ജോർജ് ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. കുടുംബസമേതമാണ് മോഹൻ ജോർജ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലെത്തിയത്. വലിയ തിരക്കുണ്ടായിരുന്നില്ല, നേരെ ബൂത്തിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായത്. പല ബൂത്തുകളിലും ആ അർത്ഥത്തിൽ വലിയ ക്യൂ കാണുന്നില്ല. അത് വോട്ടർമാരെ സംബന്ധിച്ച് വളരെ സഹായകരമാണ്. പോയാൽ വളരെ എളുപ്പം പോയി വോട്ട് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ കുറച്ച് ക്യൂ കാണുന്നുണ്ട്. പക്ഷേ മണിക്കൂറുകൾ ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല. എന്നാൽ VS ജോയ് നേരത്തെ പറഞ്ഞത് ഒരു ബൂത്തിൽ, വഴിക്കടവിലെ ഒരു ബൂത്തിൽ 50ഓളം പേരുടെ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അവിടെ VVPAT സ്ലിപ്പ് വരാത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ 50 പേർക്ക് ഒന്നുകിൽ റീവോട്ടിങ്ങിനുള്ള സാഹചര്യം ഒരുക്കണം, അല്ലെങ്കിൽ റീപോളിംഗ് ആവശ്യപ്പെടും എന്നുള്ളതാണ് VS ജോയ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അത് വഴിക്കടവ് പഞ്ചായത്തിലെ ഒരു ബൂത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ ബൂത്തുകളിലും കാര്യങ്ങൾ വൃത്തിയായി തന്നെ പോകുന്നു. ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിക്കണം. 10 മണി പിന്നിടുമ്പോൾ, 3 മണിക്കൂർ പിന്നിടുമ്പോൾ 18% മുകളിലേക്ക് പോയിട്ടുണ്ടാവണം എന്നാണ് നമ്മൾ കരുതുന്നത്. ശരാശരി 20% മുകളിലേക്ക് പോകേണ്ടതാണ് രാവിലെ 10 മണിയാകുന്നതോടുകൂടി. കാര്യം സാധാരണ 11-12 ഉച്ചയ്ക്ക് ഇനിയുള്ള സമയത്ത് വോട്ടിംഗ് ആ രീതിയിൽ കൂടാനുള്ള സാധ്യത കുറവാണ്. ഉച്ചയോടുകൂടി വോട്ടിംഗ് ഒന്ന് മന്ദഗതിയിലാവും. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടി വോട്ടിംഗ് മന്ദഗതിയിലാവുന്നത് 3 മണി കഴിഞ്ഞ് വീണ്ടും ഉയർന്ന ഗതിയിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ